ആയവരെ, അൽഫാ ഒമേഗ ആയവരെ, ആദിയും അന്തവും ആയവരെ, അൽഫാ ഒമേഗവും ആയവരെ, ആരാധന രണ്ട് കരങ്ങളും ഒന്നിച്ചുയർത്തി യേശുവേ ആരാധന ആരാധന ഹാ 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 ഹല്ലേലൂയ ഹാ 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 ഹല്ലേലൂയ ഹാ 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 ദിവസം ഇന്ന് നാം സന്തോഷിച്ച് അവന്റെ സന്നിധിയിൽ ആനന്ദിക്കുന്നു. This is the day that the Lord has made. Come, let's rejoice in His presence. Let's lift the name Jesus, the name that's higher than any other name. ഒരു നമുക്കൊന്നിച്ച് യേശുവിന്റെ നാമത്തെ ഉയർത്താം. സകല നാമത്തെക്കാളും മീതെ നാമമുള്ളത്. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം സ്വർഗങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധനെ, രാജാധിരാജാവേ, യഹൂദ ഗോത്രത്തിൽ സിംഹമായവനെ, ഉയർത്തെഴുന്നേറ്റവനായ ദൈവ കുഞ്ഞാടേ, ശാരോനിൻ പനിനീർ പുഷ്പമേ, അതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠമേ, ആദിയും അന്തവുമായവനെ, we lift your holy name, Lord. അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ഒന്നിച്ച് പ്രഭാതി നമുക്ക് തിരുവചനത്തിൽ നിന്ന് ശ്രമിക്കാം. 92-ാം സങ്കീർത്തനം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും, 10 കമ്പിയുള്ള വാദിത്രം കൊണ്ട്, വീണ കൊണ്ടും, ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും, രാവിലെ നിന്റെ ദയയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയെ വർണ്ണിക്കുന്നതും നല്ലത്. യഹോവേ, നിന്റെ പ്രവൃത്തികൾ കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെ കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു.
നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. അതേ ഹാലിൽ അവന് നമ്മളെ കുറിച്ചുള്ള പ്രവൃത്തികൾ അത്യന്തം വലിയവ തന്നെ. ഇന്ന് പകൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ അവൻ മതിയായ ദൈവം. നമുക്ക് ഈ പ്രഭാതത്തിൽ ആരാധനയോടുകൂടെ ഹാലലു അവനെ പാടി സ്തുതിക്കാം, അവനെ മഹത്വപ്പെടുത്താം. ഹാലലുയ ഇന്ന് നമ്മൾ ആരാധിക്കുമ്പോൾ ഇന്നലെ ദൈവം ചെയ്ത ഉന്നത അത്ഭുതങ്ങളുടെ ഹാലലു നമുക്ക് ഒന്നിച്ച് ഹാലലു ഓർത്ത് നമുക്ക് അവനെ സ്തുതിക്കാം. ഇന്നലെ ട്രിവാൻഡ്രത്ത് നിന്നും അനൂപ് വിളിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ പിതാവ് 4 വർഷമായി രോഗത്താൽ ഭാരപ്പെട്ടു. പിതാവ് അനേകം ഓപ്പറേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്, വിധേയനായിട്ടുണ്ട്. അത് നിമിത്തമുള്ള അതിഭയങ്കരമായ വേദനയിലൂടെ കടന്നു പോകുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചത്. അല്ലെങ്കിൽ യേശു പിതാവിന്റെ വേദന പൂർണ്ണമായ സൗഖ്യമാക്കി. ആ സൗഖ്യമാക്കുന്ന യേശുവിനെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒന്നിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. ശാന്തമ്മ നെയ്യാറ്റിൻകരയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. അതിഭയങ്കരമായ നട്ടലിന്റെ വേദനയാലും തലകറക്കത്താലും കാലുവേദനയാലും ഭാരപ്പെടുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞു. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അതേ സമയം യേശു അവിടെ സൗഖ്യം നൽകി. കാലിന്റെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകുന്ന ദൈവത്തെ അല്ലെങ്കിൽ നമുക്ക് ആ കരങ്ങളെ ഉയർത്തി സ്തോത്രം പ്രാർത്ഥിച്ചു. അതേ നിമിഷം അനേക ശ്രേഷ്ഠരായ ദൈവദാസന്മാരും ഈ ശുശ്രൂഷയ്ക്ക് മുൻപായി പല ദിനങ്ങൾക്ക് പിറകിലായി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, പ്രവചനാത്മാവ് ദൈവ തിരുവെഴുത്തിലൂടെ ഞങ്ങൾക്ക് തന്ന ഉറപ്പായിരുന്നു. സ്ക്രീനിലേക്ക് കരങ്ങൾ നിവർത്തി ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നവരുടെ മേൽ കറണ്ടടിക്കുന്നത് പോലെ ദൈവശക്തി വ്യാപരിക്കുമെന്ന് ആദ്യത്തെ ദിവസം മുതൽ ഈ ശുശ്രൂഷ ഞങ്ങൾക്ക് അത് കാണുവാൻ കഴിയുന്നു. ബൈബിളിൽ എഴുതിയിരിക്കുന്ന അവൻ തന്റെ വചനം അയച്ച്, യേശു തന്റെ വചനം അയച്ച് സൗഖ്യമാക്കുന്നു. ആ വചനം അയച്ച് സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഈ പ്രഭാതത്തിൽ 2 കരങ്ങൾ ഉയർത്തി ഇന്ന് ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഹാർവസ്റ്റ് ടെലിവിഷന് ഗ്രേസ് ചാപ്പൽ കുടുംബവും ഒത്തുചേർന്ന് ഒരുക്കുന്ന ഈ പ്രാർത്ഥന ആരാധന ശുശ്രൂഷയിൽ 10,000-കണക്കിന് ആളുകളെ ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽ സൗഖ്യമാകുന്ന പകല. യേശു അത്ഭുത മന്ത്രി, യേശു വീരനായ ദൈവം. ആ പ്രൈസ് റിപ്പോർട്ടിന്റെ കൂടെ ടിവിയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയോട് ചേർന്ന് അപ്പോൾ തന്നെ യേശു സൗഖ്യം കൊടുത്തു. എത്ര ശ്രേഷ്ഠമാണ്. Glory to the Lord. ഇപ്പോൾ വന്നിട്ട് ചില മിനിറ്റുകൾ പോലും ആയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ടിവിയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അത് തന്നെയാ ദൈവത്തിന് ദാസിദാസന്മാരിലൂടെ പ്രവചനാത്മാവിൽ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് ഉറപ്പായി നൽകി തന്നത്. ടെലിവിഷനിൽ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ യേശുവിന്റെ അത്ഭുത കര, ഓ ഹല്ലേലൂയ, ജീവിതങ്ങളിൽ വ്യാപരിക്കുന്നു. 2 കരങ്ങളും ഉയർത്തി ഇന്ന് പകൽ യേശു അത്ഭുതങ്ങളുടെ ദൈവം. എന്നിൽ നിന്നാണ് സൗഖ്യം കിട്ടിയത്. അങ്ങളുടെ ഭാര്യയ്ക്ക് ശ്വാസമുട്ടലായിരുന്നു. പൂർണ്ണ സൗഖ്യം യേശു നൽകി. കേസിനാൽ വളരെ വർഷങ്ങളായി ഭാരപ്പെട്ടു. അനുകൂലമായി വിധി അതിന്റെ മേൽ വന്നു. സൗഖ്യം ലഭിച്ചു. അനേക വിഷയങ്ങൾക്ക് മറുപടി നൽകി. പറഞ്ഞു തീരാത്ത വിഷയങ്ങളാണെങ്കിൽ ഈ പകൽ നമ്മെ അറിയുന്ന കർത്താവ് യേശു അത്ഭുത മന്ത്രി. നാം വായിച്ച സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണല്ലോ കേട്ടത്, യഹോവേ നിന്റെ വിചാരങ്ങൾ. എത്ര ശ്രേഷ്ഠമായി. ഇന്ന് രാവിലെ ഞാൻ ഈ സ്റ്റുഡിയോയിലേക്ക് വരുവാൻ വാഹനം ഓടിച്ചു വരുമ്പോ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, യഹോവേ നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. എല്ലാം നിന്നെങ്കിലും പൊട്ടി ആശ മുഴുവൻ നഷ്ടപ്പെട്ട് ജീവിതം എങ്ങനെയെന്നറിയാൻ കഴിയാതെ വിഷമിച്ചൊരു ജീവിതമായിരുന്ന എന്റെ ജീവിതത്തിലേക്ക് എന്റെ യേശു ഇറങ്ങി വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് വേണ്ടി എന്റെ പക്കൽ ഉയർന്ന വിചാരങ്ങളുണ്ട്, ഉയർന്ന വഴികളുണ്ട്. ഐ ഹാവ് ഗ്രേറ്റ് തോട്ട്സ് ഫോർ യുവർ ലൈഫ് ആൻഡ് ഐ ഹാവ് ഗ്രേറ്റ് വെയ്സ് ഫോർ യുവർ ലൈഫ്. എനിക്ക് നിനക്ക് വേണ്ടി വലിയ വഴികളുണ്ട്, എനിക്ക് നിനക്ക് വേണ്ടി വലിയ പാതകളുണ്ട്. ആ യേശു ഇന്ന് പകൽ ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ യേശു വിശ്വസിച്ച് ഈ പ്രഭാതത്തിൽ 2 കരങ്ങളും ഉയർത്തി സഹോദരി വിളിച്ചു. ഹാർവസ്റ്റ് ടിവിയിലെ ഈ പ്രഭാതത്തിലുള്ള ഈ ആരാധന എനിക്കും എന്റെ കുടുംബത്തിനും വളരെ അനുഗ്രഹമാണ്. ഓരോ പ്രഭാതത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ ശക്തമായി അനുഭവിക്കുന്നു. കൂടാതെ പറയാൻ ഭാരപ്പെടുന്ന എന്റെ ഭർത്താവ് രാജിലെ പനി മാറി, പോലീസ് അതിന് കൈമുറിഞ്ഞ കരിവ് മാറി. കൂടാതെ ബിസിനസ്സിൽ അഭിവൃദ്ധി ദൈവം നൽകി തരുന്നു. ഹല്ലേലൂയ. അനേക ആളുകളോട് വിളിച്ചു പറയുന്നത് ഞങ്ങളുടെ പ്രഭാതം ഇപ്പോൾ ആരാധനയോടുകൂടി ആരംഭിക്കുന്നത്.
ഈ 1 മണിക്കൂർ ആരാധനയ്ക്ക് ശേഷം ജോലി സ്ഥലത്ത് അനുഗ്രഹിക്കപ്പെടുന്നു. അവർ കൈതൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നു. കുടുംബത്തിനകത്ത് സമാധാനം, യാത്രകൾ ദൈവിക പരിപാലനം. ഇന്ന് പകൽ 2 കരങ്ങളെ ഉയർത്തി ദൈവ സാന്നിധ്യം പകരുന്ന കർത്താവിന് 2 കരങ്ങളെ ഉയർത്തി നന്ദിയോടെ. ബേബി ബാലരാമപുരത്ത് വരുന്നു. എന്റെ മകൻ എല്ലാ ദിവസവും മദ്യപിച്ച് സുബോധമില്ലാതെ വരികയും എന്നെ അതിക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞു. അതിനുശേഷം മകന്റെ ജീവിതത്തിൽ വളരെ മാറ്റമുണ്ട്. കുടുംബത്തിൽ ഞങ്ങൾ സ്വസ്ഥത അനുഭവിക്കുന്നു. ഹല്ലേലൂയ. എന്റെ മകൻ എല്ലാ ദിവസവും മദ്യപിച്ച് ബോധമില്ലാതെ വരികയും എന്നെ അതിക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരുന്നു. അതിനുശേഷം മകന്റെ ജീവിതത്തിൽ വളരെ മാറ്റമുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥത അനുഭവിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ ഒന്ന് മാത്രമേ ആഗ്രഹിക്കുന്നു: യേശുവിന്റെ മഹത്വം കുടുംബങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് ഇറങ്ങി ദുഷ്ടൻ വാണിരുന്ന സ്ഥലങ്ങളിൽ യേശുവിന്റെ സമാധാനം കുടുംബങ്ങളിൽ, ജീവിതങ്ങൾ ഉണ്ടാകണം. അത് ആ കുടുംബത്തിൽ നൽകുന്ന ദൈവത്തിന് കരങ്ങളെ അടിച്ച് നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശു അത്ഭുത മന്ത്രി, യേശു വീരനായ ദൈവം, യേശു സമാധാന പ്രഭു. താങ്ക് ജീസസ്. ആസസിന് ഇനിയുണ്ട്. ഇപ്പോൾ വന്ന വിഷയം വായിച്ചാട്ട്. താങ്ക് യു. സഹോദരനും അത് തലകറക്കത്താലും കാലുവേദനയാലും നട്ടലിന്റെ വേദനയാലും ഹല്ലേലൂയ ഞാൻ ഭാരപ്പെട്ടു. പ്രാർത്ഥിപ്പാനായി വിളിച്ചു പറഞ്ഞു. യേശു സൗഖ്യം നൽകി. എന്ന് പറഞ്ഞ് നമുക്ക് ആ ദൈവത്തെ കരങ്ങളെ ഉയർത്തി ഒന്നിച്ച് പാടി ആരാധിക്കാം. സൗഖ്യം നൽകുന്ന, വിടുവിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന കർത്താവിനെ എന്ത് വാക്കാൽ നമുക്ക് ഉയർത്തി ആരാധിക്കാം. ഓ യെസ്. ധാരാളം ആളുകൾ ടെലഫോണിൽ പ്രാർത്ഥനാ വിഷയങ്ങളുമായി വന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ അനേകർ ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. അനേക കർത്തൃദാസന്മാർ ഞങ്ങളെ വിളിച്ചു പറയുന്നത്: ഞങ്ങൾ നിങ്ങളോടൊപ്പം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരുങ്ങുക. മാസങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് വ്യക്തമായി പറഞ്ഞു 2 കാര്യങ്ങൾ. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിലൂടെ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ഒരു പ്രൈസ് ജനറേഷനെ ദൈവം എഴുന്നേൽപ്പിക്കും. ഒരു യഹൂദ തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. 2, പ്രാർത്ഥിക്കുന്നൊരു ദാനിയേൽ തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ശ്രേഷ്ഠരായ ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ശ്രേഷ്ഠരായ ദൈവദാസിദാസന്മാരുമായി ഈ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ആ ദൂത്, ദൈവത്തിന് സ്തോത്രം, ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവിക മഹത്വത്തിന്റെ പകർച്ചയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ കരങ്ങളിലെടുക്കുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടാതെ ദൈവത്തിന്റെ ആത്മാവ് ആളുകളുടെ ഉള്ളിൽ പ്രചോദനം നൽകി അവരവരുടെ വീടുകളില്, അവരവരുടെ സഭകളില് ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറാകുന്നു. ഈ 27-ാം തീയതി, ഫെബ്രുവരി മാസം 27-ാം തീയതി ഒരു പ്രത്യേക പ്രാർത്ഥനാ ദിവസമായിരിക്കും. രാവിലെ ഈ നടക്കുന്ന 1 മണിക്കൂർ സമയം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ നമ്മൾ ഒന്നിച്ചു വെച്ച് പ്രാർത്ഥിക്കും. ആ ശുശ്രൂഷയിൽ നിങ്ങളുടെ വീട്ടിനകത്ത് 2 പേർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇപ്പോൾ തന്നെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു പറയുക. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സോ പോസ്റ്റൽ അഡ്രസ്സോ വേഗം അവർക്ക് വിളിച്ചു പറഞ്ഞു കൊടുക്കുക. ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ, ആളുകളുടെ പേര്, പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ പക്കൽ എത്തിച്ചു തരും. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ജീവിതങ്ങളുടെ വിടുതലിന് വേണ്ടി ഈ മാസം 27-ാം തീയതി ഫെബ്രുവരി 27 മോർണിംഗിൽ നമ്മൾ 1 മണിക്കൂർ സമയം ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഉച്ചവരെയുള്ള സമയമെങ്കിലും ആഹാരം വെടിഞ്ഞിരുന്ന് ഞങ്ങളോടൊപ്പം ദൈവത്തിന് പ്രാർത്ഥിക്കണം. ഈ ജീവിതങ്ങൾ വിടുവിക്കപ്പെട്ടേ മതിയാകുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. തകരുന്ന 100കണക്കിന് ജീവിതങ്ങൾ, ഇവിടെ വരുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ എഴുതി ഇവിടെ വയ്ക്കുന്നു. ഇതിന്റെ മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് വിടുവിക്കപ്പെട്ടേ മതിയാകുകയുള്ളൂ. ഈ ജീവിതങ്ങൾ സൗഖ്യമായേ മതിയാകുകയുള്ളൂ. ഈ കുടുംബങ്ങൾ ഉയർച്ച പ്രാപിച്ച് മതിയാകുകയുള്ളൂ. ദേശത്ത് അവരുടെ പേര് യേശുവിന്റെ നാമനിമിത്തം ഉയർന്നേ മതിയാകുകയുള്ളൂ. തകർച്ചകൾ മാറിയേ മതിയാകുകയുള്ളൂ. നാണക്കേടുകൾ മാറിയേ മതിയാകുകയുള്ളൂ. നിന്ദകൾ മാറിയേ മതിയാകുകയുള്ളൂ. ഈ കുടുംബങ്ങൾ, ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടേ മതിയാകുകയുള്ളൂ.
ആശുപത്രിയിൽ സൗഖ്യമില്ലാതെ കിടക്കുന്നവർ അവർ സൗഖ്യമായി മതിയാകുള്ളൂ. ദീപ് ദയവായി മുമ്പോട്ട് കടന്നു വന്നാട്ട് നമുക്കൊന്നിച്ച് ഈ വിഷയങ്ങൾക്കായി ഇന്നലകളിൽ വിളിച്ചു പറഞ്ഞ ഓരോ വിഷയങ്ങൾക്കായി ഈ സ്റ്റുഡിയോയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളോടൊപ്പം കരങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഈ വിഷയങ്ങളിൽ നിവർത്തിയാട്ട് ദൈവത്തിന് സ്തോത്രം. ആത്മാവിന്റെ ഐക്യതയിൽ ഒരു മനസ്സോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആരാധന ഒന്നിച്ചൂടെ ഉയരുകയാണ്. ആരാധനയും പ്രാർത്ഥനയും ആരാധനയും പ്രാർത്ഥനയും യേശുവിന്റെ സിംഹാസനത്തിലേക്ക്, ദൈവിക സിംഹാസനത്തിലേക്ക് ഈ പകൽ നമ്മിൽ നിന്ന് ആരാധനയും പ്രാർത്ഥനയും ഉയരുന്നു. ആരാധനയും പ്രാർത്ഥനയും ഉയരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപ്പാട് 5:8 നാം വായിക്കുന്നു, ദൂതന്റെ കൈകളിൽ ഇരിക്കുന്ന ആ സ്വർണ്ണ കലശത്തിൽ നിന്ന് ഉയരുന്ന സുഗന്ധ വർഗം അത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ് എന്ന് ദൈവത്തിനുവിട്ട് വ്യക്തമാക്കുന്നു. പുതിയ നിയമ വിശുദ്ധന്മാരെ, യേശുവിന്റെ ചോരയാൽ കഴുകൽ പ്രാപിച്ചവരെ, യേശുവിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ലോകത്തിൽ നമ്മുടെ ചുറ്റുപാട് കഷ്ടപ്പെടുന്ന ദൈവജനത്തിന് പ്രിയപ്പെട്ടവർക്കായി, മനുഷ്യർക്കായി നമുക്ക് ദൈവത്തിന് ഇടിവിൽ നിൽക്കാം. നമുക്ക് ദൈവത്തിന് ഇടിവിൽ നിൽക്കാം. വരൂ, നമുക്ക് ഒന്നിച്ച് ഇടിവിൽ നിൽക്കാം. ഈ ജീവിതങ്ങൾ വിടുവിക്കപ്പെടട്ടെ, ഈ ജീവിതങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ഞാൻ പ്രിയമുള്ളവരോട് പറയട്ടെ, ഇത് നിങ്ങളുടെ വിടുതലിന്റെ സമയമാണ്. ഇത് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ്. ഇത് നിങ്ങൾ നിത്യജീവൻ അനുഭവിക്കുന്ന നാളുകളാണ്. ഇത് സൗഖ്യത്തിന്റെ നാളുകളാണ്. ഇനി തകർച്ച അല്ല, ഇനി കണ്ണുനീരല്ല, ഇനി ഇല്ലായ്മയല്ല, ദൈവിക നിറവിന്റെ നാളുകൾ. വിശ്വസിച്ച് അനുഭവിക്കുന്നവർ കരങ്ങളെ തട്ടി കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്ത് ഒന്നിച്ച് പ്രാർത്ഥിക്കട്ടെ, ഒന്നിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരു ദൈവദാസിയുടെ മുമ്പോട്ട് കടന്നു വന്നാട്ട് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സന്നിധാനത്തോ വേഗം സ്റ്റേജിലേക്ക് കടന്നു വന്നാട്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ രണ്ടുപേര് ഈ കരകൾ, ഈ വിഷയങ്ങളുടെ മേൽ കരകൾ വെച്ച് ഒന്നിച്ച് പ്രാർത്ഥിച്ചാട്ട് ദൈവത്തിന് സ്തോത്രം. ഒന്നിച്ച് പ്രാർത്ഥിച്ചാട്ട്, ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് അത്ഭുതകരം അവിടേക്ക് വ്യാപരിക്കുന്നു, വിഷയങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. ഞങ്ങളോടൊപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ സ്ക്രീനിലേക്ക് കരകൾ നിവർത്തി ഞങ്ങളോടൊപ്പം ഈ വിഷയങ്ങൾക്കായി പ്രാർത്ഥിച്ചാട്ട് നൂറുകണക്കിന് ജീവിതങ്ങൾ, നൂറുകണക്കിന് ജീവിതങ്ങൾ, നൂറുകണക്കിന് കുടുംബങ്ങൾ, നൂറുകണക്കിന് ജീവിതങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ സൗഖ്യവും യേശുവിന്റെ വിടുതലും അനുഭവിക്കുന്നു. കരങ്ങളെ ഉയർത്തി ഞങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചാണ്. മഹാപരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്ന കർത്താവേ. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ ഓരോ വിഷയത്തെയും ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാ. അങ്ങ് അത്ഭുത മന്ത്രിയാണ്, അങ്ങ് വീരനാം ദൈവമാണ്, അങ്ങ് നിത്യപിതാവാണ്, അങ്ങയ്ക്ക് കഴിയാത്ത ഒരു കാര്യവും ഇല്ലല്ലോ. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ മറുപടി ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഇന്ന് വരെ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, പുത്രന്റെ നാമത്തിൽ ഇന്ന് വരെ അത്ഭുതങ്ങൾ നടക്കട്ടെ, പുത്രന്റെ നാമത്തിൽ അടയാളങ്ങൾ നടക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാ. ആമേൻ. രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, ഭൂതങ്ങൾ അലറി മാറട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ആത്മനിറവ് വ്യാപരിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ. ഓരോ കുടുംബത്തെയും അപ്പാ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കണ്ണുനീരിനെ നീ മാറ്റും, ഇവരുടെ നിരാശയെ നീ മാറ്റും, ഇവരുടെ തകർച്ചകളെ നീ മാറ്റും. യേശുവിനുള്ള ജീവൻ, യേശുവിനുള്ള ശക്തി, യേശുവിനുള്ള പുതിയ സാന്നിധ്യം ഇപ്പോൾ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഓരോ കുടുംബങ്ങളുടെ മേലും ഇറങ്ങേണ്ടതിനായി ഞങ്ങൾ സഭയായി യേശുവിന്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളെയും, ഓരോ വ്യക്തികളെയും, ഓരോ ജീവകളെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ആമേൻ, ഹല്ലേലൂയ. അനേക ദൃഷ്ടാന്തങ്ങളാൽ അവൻ തെളിയിച്ചു എന്ന് വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ഇന്ന് മകളത് വെളിപ്പെട്ടു വരട്ടെ, മഹത്വത്തിനായി ചെയ്താട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. റബേക്ക മകൾ സൂസൻ ജോലിയിലുള്ള പ്രതിസന്ധി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ ടെലഫോണിൽ വന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ, ജോലിയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, അനുഭവിക്കുന്ന എല്ലാ പ്രയത്നങ്ങളും മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ചേച്ചിയുടെ മകളുടെയും ചേട്ടന്റെയും മകളുടെ വിവാഹം നടക്കണം. വത്സലയുടെ ഭർത്താവ് മോളും വിശ്വാസത്തിൽ വരണം. വത്സല ട്രിവാൻഡ്രത്തിൽ വിളിച്ചിരിക്കുക. ഈ വിഷയങ്ങളുടെ മേൽ കർത്താവ് ഇപ്പോൾ അത്ഭുതം പ്രവർത്തിക്കുക യേശുവിന്റെ നാമത്തിൽ. ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ വിളിച്ചു പറയും. ലോകത്തിൽ ആയിരക്കണക്കിന് ദൈവത്തിന്റെ ജനം നിങ്ങളോടൊപ്പം പ്രാർത്ഥനയിലായിരിക്കും, ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിലായിരിക്കുന്നു. Many saints in the world are joining us in prayer and faith for your breakthrough and for your miracle. And I declare this over your
life, that today is the day of breakthrough in your life. ഇന്ന് ഞാൻ നിങ്ങളുടെ മേൽ പ്രവചനാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് തരുന്ന നിയോഗത്തിൽ ഞാൻ നിങ്ങളുടെ മേൽ കൽപ്പിക്കുന്നു. ഇത് വിടുതലിന്റെ ദിവസമാണ്, ഇത് ഉദ്ധാരണത്തിന്റെ ദിവസമാണ്, ഇത് സൗഖ്യത്തിന്റെ നാള്. ഞങ്ങൾ വത്സലയ്ക്ക് പ്രാർത്ഥിക്കുന്നു. വത്സലയുടെ ഭർത്താവും മക്കളും യേശുവിനെ അറിയുവാൻ, രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ അങ്ങയുടെ കരം നീട്ടുന്നതിനായി സ്തോത്രം. മഹത്വത്തിനായി ചെയ്യും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇൻക്രീസ്ഡ് ആൽബുമിൻ ലെവൽ. ഫ്രൈഡേ ഹോസ്പിറ്റലിൽ പോകും, അഡ്മിറ്റ് ആകരുത്. ആനി കൊച്ചു ക്രിസ്ത്യാനി ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുക. യേശുവിന്റെ അത്ഭുതകരം നിങ്ങളുടെ ശരീരത്തിനുമേൽ ഇപ്പോൾ തന്നെ വരുന്നു. ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ക്രിസ്ത്യാനിയുടെ ശബ്ദത്തിൽ പ്രാർത്ഥിച്ചാൽ ഗ്ലോറി ടു ദി ലോർഡ്. ആ സ്ക്രീനിലേക്ക് കരങ്ങൾ നിവർത്തിയ ഇപ്പോൾ തന്നെ വിടുതൽ സംഭവിക്കും. പൂർണ്ണമായ വിടുതൽ യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗത്തിന്റെ പ്രയാസങ്ങളും യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തന്നെ ആ ജീവിതത്തിൽ നമ്മൾ വെളിപ്പെട്ട് വരുമാറാകട്ടെ. സ്ഥലം വിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പുതുപ്പള്ളിയിൽ നിന്ന് അച്ചാമ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥന. വിഷയത്തിന് പരിഹാരം കൽപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് അച്ചാമ്മയ്ക്ക് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തില് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവെ നല്ല വിലയ്ക്ക് ആ വസ്തു വിറ്റുപോകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി ഇപ്പോൾ അവിടെ വെളിപ്പെടട്ടെ. മഹത്വത്തിനായി ചെയ്യും യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥനാ ലൈനിൽ സിസ്റ്റർ ശാന്തമ്മയോട് സംസാരിച്ച വ്യക്തിയോട് ലീറ്റ കണ്ണൂരിൽ നിന്ന് പഴയ വീട് വിറ്റിട്ട് പുതിയത് വാങ്ങിക്കണം. ആന്റിയുടെ മകൻ ഗൾഫിലാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. സിസ്റ്ററെ, നിങ്ങൾ സംസാരിച്ചത് പ്രയർ ലൈനിൽ സിസ്റ്റർ ശാന്തമ്മയോട് ആ വിഷയം ഇപ്പോൾ തന്നെ അത് നിങ്ങൾ സംസാരിച്ചത് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നു കഴിഞ്ഞു. ഈ സമയത്ത് സ്ക്രീനിലേക്ക് കരങ്ങൾ നിവർത്തി യേശുവിൽ വിശ്വസിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്ക്. ഇവിടെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ അത്ഭുത വിഷയം, അത്ഭുതകരമായി ദൈവപ്രവൃത്തിയോട് വെളിപ്പെടുന്നു. ആഗ്രഹിക്കുന്ന പോലെ കർത്താവേ ഒരു പുതിയ വീട് വാങ്ങിക്കുവാൻ സഹായിക്കണം. ഈ നിമിഷം കർത്താവേ ഹല്ലേലൂയ കർത്താവേ പൂർണ്ണമായി കർത്താവായിരിക്കും. എല്ലാ മേഖലയിലും ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചെയ്യുന്നതിനാൽ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്നലെ എനിക്ക് വ്യക്തിപരമായി എന്നെ അറിയാത്ത ഒരു ദൈവദാസനും കുടുംബവും എന്റെ ടെലിഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മഞ്ഞ് പെയ്തിറങ്ങുന്ന ഒരു വെളിപ്പാട് ദൈവത്തിന്റെ ആത്മാവിന്റെ കാണി. ഉത്തർപ്രദേശിൽ കർത്താവിന് വേണ്ടി വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവദാസനം എന്നെ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് അറിയത്തില്ല. ഈ ശുശ്രൂഷയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് വ്യക്തമായി വെളിപ്പെടുത്തി കൊടുത്തു. ഇങ്ങനെ പറഞ്ഞു, മഞ്ഞ് പെയ്തിറങ്ങുന്നത്. ഞാൻ വ്യക്തമായി പറയട്ടെ, these are the days of unusual glory of God. ഇത് അത്യത്ഭുതകരമായ ദൈവ മഹത്വത്തിന്റെ നാളുകളാണ്. എന്നോട് ചേർന്ന് പറഞ്ഞേ, ഇത് ദൈവ മഹത്വത്തിന്റെ നാളുകളാണ്. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കൂ. ഒരുപക്ഷെങ്കിൽ മരണത്തിന്റെ വക്കിലൂടായിരിക്കും പോകുന്നത്, ഒരുപക്ഷെങ്കിൽ ഭീതിയിലായിരിക്കും ജീവിക്കുന്നത്. മനുഷ്യന്റെ മനസഹായങ്ങൾ തേടി എങ്ങും ഒരാശ്രയമില്ലാതെ വിഷമിച്ച വ്യക്തിയാകാം. ഹൃദയമുടഞ്ഞ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയാകാം. ഇന്ന് പകൽ സന്തോഷത്തോടെ പറയട്ടെ, യേശുവിൽ നിനക്കൊരു ഭാവിയുണ്ട്. God has not planned anything evil for your life. നിന്റെ ജീവിതത്തിന് വിരോധമായി യേശു ഒരു ദോഷവും ചെയ്തിട്ടില്ല. ഭാരം വലിയത്, മുഖങ്ങൾ താങ്ങാൻ കഴിയാതെ നിങ്ങൾ വിഷമിക്കുന്ന വ്യക്തിയെങ്കിൽ ഈ പകൽ യേശുവിന്റെ സന്നിധിയിലേക്ക് ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, യേശു അത്ഭുത മന്ത്രിയാണ്, യേശു ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. സിസ്റ്ററെ, സഹോദര, മാതാവേ, പിതാവേ,
ഇനി കണ്ണുനീരിൽ കുതിർന്ന് ഇനിയും ജീവിതം നശിക്കേണ്ട യേശുവിന്റെ സന്നിധിയിലേക്ക് ഓടിച്ചോമേ. ഏതുടഞ്ഞ ജീവിതത്തെയും അവരുടെ അടുത്തേക്ക് ഓടി വന്ന് മാർവോട് ചേർത്തണയ്ക്കുന്ന യേശുവെ പോലെ വേറൊരുവനില്ല. അനുഭവിക്കുന്ന ദൈവമക്കൾ തന്റെ കരങ്ങളും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തു. താങ്ക് യു ലോർഡ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളോട് ചേർന്ന് ആ സ്ഥലങ്ങളിൽ തന്റെ കരങ്ങളും ഉയർത്തി അല്പനിമിഷങ്ങൾ യേശുവേ സ്തോത്രം, 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 യേശുവേ സ്തോത്രം. താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ. രണ്ട് കരകളും ഉയർത്തി ഇന്നാരാ ഞങ്ങളോട് ചേർന്ന് പറയുന്നത്, യേശുവേ എനിക്ക് വേറൊരു സ്ഥലത്തും പോകണ്ട, ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വരിക. Jesus, I don't want to go to any other place but your presence, Lord. Lord, I'm coming to you. സന്തോഷത്തോടെ അവനോട് പറ, Jesus, I'm coming to you. യേശുവേ ഞാൻ നിന്റെ സന്നിധിയിലേക്ക് വരും, ഞാൻ നിന്റെ സന്നിധിയിലേക്ക് വരും. ഒരു പുനഃപ്രതിഷ്ഠയിലേക്ക് ധാരാളം ആളുകൾ ഇന്ന് പകൽ കടന്നു വന്നു. യെസ്, യുദ്ധങ്ങള്, ഭൂകമ്പങ്ങള്, അനിഷ്ട സംഭവങ്ങള്, ആക്രമണങ്ങള്, ഭീകര പ്രവർത്തനങ്ങള്, വിലക്കയറ്റങ്ങൾ, സമരങ്ങൾ, കൊലപാതകങ്ങൾ, അസാന്മാർഗികമായ പ്രവർത്തനങ്ങൾ മുഖേന മനുഷ്യ ജീവിതം എല്ലാ രാജ്യങ്ങളിലും ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നാളെ എന്തെന്നറിയാതെ വിഷമിക്കുന്നുവോ, രണ്ട് കരങ്ങൾ ഞങ്ങളുടെ കൂടെ ദൈവത്തിൽ സന്നിധിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന്, യേശുവേ ഞാൻ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ജീസസ്, ഐ ആം കമ്മിങ് ടു യു. ജീസസ്, ഐ ആം കമ്മിങ് ടു യു. താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത യേശു പകർന്നിടും, ശാശ്വത യേശു പകർന്നിടും. ആരം വലിയതോ ലോകം താങ്ങുവാ കഠിനമോ, ഭാരം വലിയതോ ലോകം താങ്ങുവാ കഠിനമോ, സ്നേഹിതൻ ദുഷിക്കുന്നു താങ്ങും കരങ്ങളും. ഈ പാട്ട് പ്രത്യേകിച്ച് ഇന്ന് പാടണമെന്ന് ഒരു വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് പകൽ ഈ പാട്ട് പാടുന്നത്. കഴിഞ്ഞ ആഴ്ചയിലേറെ ഒരു ദിവസം ഈ ആരാധനയിൽ ഈ പാട്ട് പാടിയപ്പോൾ ആ വ്യക്തി പറഞ്ഞത്, ഞാൻ അറിയാതെ യേശുവിന്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി കരഞ്ഞ് എന്റെ ജീവിതത്തെ ആയുസ്സിൽ ആദ്യമായി യേശുവിന്റെ കരങ്ങളിലേക്ക് വിധേയപ്പെടുത്തുവാൻ എനിക്കിടയായി. ആ വ്യക്തി പറഞ്ഞത്, വലിയ വെള്ളപ്രവാഹത്തിൽ അകപ്പെടുന്നത് പോലെ വലിയ സമാധാനം എന്റെ ജീവിതത്തിലേക്ക് കയറി. ശാശ്വതപാറ, ഭാവിയില്ല എന്ന് ആരൊക്കെ പറഞ്ഞുവോ ആ സ്ഥാനത്ത് ഭാവിയായി ഇറങ്ങി വരുന്ന യേശു. People may have said that there is no future left for you. I have this good news for you. Jesus wants to walk into your life. Jesus wants to walk into your life. And he wants to prove that he is the future in your life. നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാവി യേശുവാണെന്ന്
യേശു തെളിയിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. പുതുജീവൻ പകർന്നി. ഞങ്ങളോടൊപ്പം ആ 2 വരികൾ ചേർന്ന് ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും. ഒരിക്കൽ കൂടെ മാർവോട് കരം വെച്ച് ശാശ്വത യേശു. അമ്മച്ചി, ചേച്ചി, അമ്മച്ച, എനിക്കറിയാം നിങ്ങൾ ശരീരത്തിൽ പ്രയാസപ്പെടുന്നുണ്ടെന്ന്, മാനസികമായ ക്ലേശങ്ങളിലൂടെ പോകുന്നെന്ന് എനിക്കറിയാം. നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത്, നിങ്ങളുടെ തലമുറയെ ഓർത്ത്, നിങ്ങളുടെ ജോലി ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. ആ ഭാരം ഇത്രയും കാലം വഹിച്ചു, ഒരു വ്യത്യാസവും നമ്മൾ കണ്ടില്ല. ബൈബിളിൽ 1 പത്രോസ് 5:7 നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ ഭക്തൻ ഇങ്ങനെ പറയും, നീയല്ലോ യഹോവേ ഞങ്ങളുടെ തലകളെ ഉയർത്തുമാറാക്കുന്നു. And he is the lifter of our heads. Jesus is the lifter of our heads. Jesus is the lifter of our heads. നമ്മുടെ തലകളെ ഉയർത്തുന്ന ദൈവമാണ്. ദൈവത്തിന്റെ ഭക്തൻ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, നീയല്ലോ യഹോവേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കുന്നു. ഇന്ന് പകൽ നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കുന്ന യേശുവിന്റെ മഹത്വം അസാധാരണമായ നിലയിൽ നിങ്ങളുടെ മുറിക്കകത്തേക്ക്, നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ആ തേജസ് ഞാൻ ഇവിടെ അനുഭവിക്കുന്നു. ബൈബിൾ വ്യക്തമായി വിളിച്ചു പറയുന്നു, that we go from glory to glory. നാം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെല്ലാം വ്യക്തികൾ, ഏതെല്ലാം ശക്തികൾ നിങ്ങൾക്ക് വിരോധമായി എന്തെല്ലാം പറഞ്ഞെങ്കിലും നിനക്ക് വേണ്ടി ഒരു ഇക്വേഷൻ, ഒരു സമവാക്യം യേശുവിന്റെ പക്കലുണ്ട്. അത് ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, that we go from glory to glory. ഇന്നലത്തെ മഹത്വത്തെക്കാൾ ഇന്ന് ശ്രേഷ്ഠമായൊരു മഹത്വത്തിലേക്ക്, ഇന്നത്തെ മഹത്വത്തെക്കാൾ നാളെ ശ്രേഷ്ഠമായൊരു മഹത്വത്തിലേക്ക് അത് അനുഭവിക്കുന്ന ദൈവജന കരങ്ങളെ തട്ടി ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സിംഹാസനത്തിൽ പരിശുദ്ധരേ. ആരാധന ടീം ആ പാട്ടിലേക്ക് വരുമ്പോ ഉയർത്തെഴുന്നേറ്റ് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിന് പുത്രനായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി അവിടുത്തെ സന്നിധിയോട് I'm coming to you, Lord. ഇന്നലെ ആലപ്പുഴയ്ക്ക് ഞാൻ പോയപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരനോട് പറഞ്ഞത് വാചകം തന്നെ. കൊട്ടാരക്കരയിൽ നിന്ന് മിസ്റ്റർ സൈമൺ വിളിച്ചു പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ദിവസം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ധാരാളം മഴ ലഭിക്കും. കേരളത്തിന്റെ മേൽ മഴ വന്നു, കേരളത്തിന്റെ മേൽ മഴ വന്നു, കേരളത്തിന്റെ മേൽ മഴ വന്നു. ഇതൊരു ഭൗതിക മഴയാണെങ്കിൽ ഇന്ന് പകൽ പ്രവചനാത്മാവിൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, a spiritual rain is over our state Kerala and over our nation India. നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ മേലും നമ്മുടെ സംസ്ഥാനമായ കേരളത്തിന് മേലും ഇതൊരു ആത്മീയ മഴയുടെ കാലമാണ്. ലൈക്ക് നെവർ ബിഫോർ, ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത പോലെ ഇതൊരു ആത്മീയ മഴയുടെ ദിനങ്ങളാണ്. 2 കരങ്ങളും ഉയർത്തി ആരാധന. ഞങ്ങൾ ഒന്നിച്ച് ഈ സ്ക്രീനിലുള്ള എല്ലാവരും നിങ്ങളുടെ നേരെ കരങ്ങൾ നിവർത്തി പ്രാർത്ഥിക്കാൻ പോകും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഒരു നിമിഷം ആരാധന നിർത്തിയിട്ട് നമുക്കൊന്നിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. ഓരോ വ്യക്തിയുടെ മേല് ആത്മാവിന്റെ മഴ പെയ്യണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ മഴ പെയ്യണം. ഓ ഹല്ലേലൂയ. ആ ഭവനങ്ങൾക്കകത്ത് കറണ്ട് അടിക്കുന്നത് പോലെ, നിങ്ങളുടെ ശരീരങ്ങൾ കറണ്ട് അടിക്കുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ദൈവഭക്തന്മാരിലൂടെ അറിയിക്കുന്നത് പോലെ, മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ, മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ തേജസ് വീടുകളിൽ, കുടുംബങ്ങളിൽ, രാജ്യങ്ങളിലേക്ക് വ്യക്തമായി വ്യാപിക്കുന്നു, വ്യക്തമായി വ്യാപിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു.
കുറിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കരങ്ങളെ ഉയർത്തി, കരങ്ങളെ നിവർത്തി, ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാണ്. എല്ലാ വീടുകളിലും, എല്ലാ കുടുംബങ്ങളിലും, എല്ലാ വ്യക്തികളിലും, എല്ലാ ദേശങ്ങളിലും, എല്ലാ രാജ്യങ്ങളിലും. Oh, hallelujah, 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 hallelujah. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോ ഒരു വത്സര സഹോദരി സ്ക്രീനിലേക്ക് കടന്നു വരും. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം. ഹല്ലേലൂയ. രാജമേശ്വരി ദയവായി മുമ്പോട്ട് വന്നാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുക. എന്താ വിഷയമെന്നറിയാമോ? ദൈവമഹത്വം, 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 യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം. ആ രോഗക്കിടക്കയിലേക്ക് ദൈവമഹത്വം, ആ പ്രശ്നം നിറഞ്ഞ സാഹചര്യത്തിലേക്ക് ദൈവമഹത്വം, വെല്ലുവിളികൾ നിറഞ്ഞ ഓഫീസിലേക്ക് ദൈവമഹത്വം, കടം നിറഞ്ഞതായ ബിസിനസ്സിലേക്ക് ദൈവമഹത്വം, കാറ്റു വീഴുന്ന കൃഷിയിടങ്ങളിലേക്ക് ദൈവമഹത്വം, മൃഗസമ്പത്തിനുമേ ദൈവമഹത്വം, ജീവിതങ്ങളുമേ ദൈവമഹത്വം. ഓ ഹല്ലേലൂയ, ഗ്ലോറി. ഓ ഹല്ലേലൂയ. യെസ് ലോർഡ്. ഓ ഹല്ലേലൂയ. ഇപ്പോൾ വന്ന ടെലിഫോൺ, സീരിയസ് ആൻഡ് അർജന്റ്. ജിലു ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിൽ, തലയ്ക്ക് പരിക്ക് പറ്റി കിടക്കുന്നു. ഓപ്പറേഷൻ വേണമെന്ന ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. മഞ്ജു എറണാകുളത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. സിസ്റ്റർ മഞ്ജു, ഈ പ്രിയ ജിലുവിന് ഓപ്പറേഷൻ വേണ്ട. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ ഡോക്ടറുടെ വായിൽ നിന്ന് നിങ്ങൾ ആ വർത്തമാനമാണ് കേൾക്കാൻ പോകുന്നത്. ഓപ്പറേഷൻ വേണ്ട. കാരണം ദൈവത്തിന്റെ തിരുവെട്ടിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് അഴിയപ്പെട്ടിരിക്കും. അതിന്റെ മൂലഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ആ വാക്യത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ യേശു അങ്ങനെ പറയാൻ കാരണം, സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഭൂമിയിൽ അഴിക്കുന്നത് അഴിയപ്പെട്ടിരിക്കും. സ്വർഗത്തിൽ കെട്ടപ്പെടേണ്ടത് കെട്ടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ അഴിയപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഈ പകൽ ഓപ്പറേഷൻ അവിടെ നിന്ന് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ജിലു സമ്പൂർണ്ണമായി സൗഖ്യമാകട്ടെ. യേശുവിന്റെ ജീവൻ അവിടെ വ്യാപിക്കട്ടെ. സമ്പൂർണ്ണ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ. തീർച്ചയായിട്ടും ഈ ജിലുവിന്റെ സാക്ഷ്യം സിസ്റ്റർ ഇവിടെ കടന്നു വന്ന് യേശുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി പറയും. 40 ലക്ഷം രൂപ കടമാണ്, വസ്തു വിൽക്കണം, മകൾക്ക് സൗഖ്യം വേണം, മകന് ജോലി വേണം, സ്വന്തമായിട്ട് ഭവനം വേണം. ദൈവത്തിന് സ്തോത്രം. വസന്തകുമാരി ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ ഈ കുടുംബത്തിൽ വ്യാപിക്കട്ടെ. യേശുവിന്റെ കരം. സിസ്റ്റർ വസന്തകുമാരി
ഇന്നു മുതൽ നിങ്ങളുടെ സാക്ഷ്യം ഇതായിരിക്കും. ഈ പാട്ടായിരിക്കും നിങ്ങളുടെ സാക്ഷ്യം ഇന്നു മുതൽ. തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ഓരോരോ വിഷയങ്ങളുടെ യേശുവിന്റെ കരം പ്രവർത്തിക്കുന്നത് കാണും. താങ്ക് യു ലോർഡ്. ഞാനൊരു മാന്യ സഹോദരനെ മുമ്പോട്ട് വിളിക്കട്ടെ. മൃഗത്തങ്കത്തിൽ ദയവായി മുമ്പോട്ട് കടന്നു വന്നാട്ട്. വത്സല കോഴഞ്ചേരിയിൽ നിന്ന് മകൾ റിനി പനിയാൽ ഗൾഫില് ഭാരപ്പെടുന്നു. കാലാവസ്ഥ അനുകൂലമാകണം. ശാരീരിക അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്നു. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചാണ് ഇപ്പോൾ തന്നെ യേശുവിനെ സൗഖ്യമാക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ശാരീരികമായ അസ്വസ്ഥത സാധ്യമാക്കുന്ന ചെയ്തുകൊണ്ട് തോന്നും. യേശുവിന്റെ നാമത്തിൽ തന്നെ രണ്ട് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മകന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. കുടുംബ ഉണ്ടാകണം, കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണം, മക്കളുടെ കുടുംബ സമാധാനം. ഇത് സിസ്റ്റർ മറിയാമ്മ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഈ ടെലഫോണിൽ ഞങ്ങൾ ഇപ്പോൾ വിളിച്ചപ്പോൾ റിനുവാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. ഹല്ലേലൂയ. അവിടെ മുതൽ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥന പോരാളികൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുണ്ട്. ദൈവം ഒരുക്കിയ ഈ അത്ഭുതകരമായ ദൈവിക കരത്തിന് കരങ്ങളടുത്ത് ദൈവത്തിന് നന്ദിയുള്ളവരുമായി ദൈവത്തിന് ഞങ്ങളോടൊപ്പം സ്തോത്രം ചെയ്യാം. സ്ക്രീനിൽ ഞങ്ങളോടൊപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ കുഞ്ഞിന് ബർത്ത്ഡേ ആയി ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട വർഷങ്ങളായി ദൈവം നന്മകൾ കൊണ്ടവരെ നിറയ്ക്കേണ്ടതിന് മാത്രമല്ല കുടുംബത്തിനകത്ത് അഭിവൃദ്ധി ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം. സംഘത്തിൽ ചേർന്ന് പ്രാർത്ഥിച്ചാണ്. അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനം യേശു പറഞ്ഞു. സമാധാനം ആ യേശുവിന്റെ സമാധാനം ആ കുടുംബം അനുഭവിക്കുവാൻ എന്റെ കർത്താവിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ദയവായി സ്ക്രീനിലേക്ക് വന്നാട്ട്. ഇന്നത്തെ പത്രങ്ങളുടെ വാർത്ത വളരെ ഭീതിപ്പെടുത്തുന്നതാണ്. മാവോയിസ്റ്റിന്റെ ത്രട്ട്. മാവോയിസ്റ്റ് എന്നൊക്കെ അവരെ വിളിക്കുന്നെങ്കിലും അവർ വിലപ്പെട്ട മനുഷ്യരാണ്. അവരും രക്ഷപ്പെടണം, അവരും യേശുവിനെ അനുഭവിക്കണം, സമാധാനമുള്ളവരാകണം. അവർ മറ്റൊരാളെ കൊല്ലുന്നവരായിട്ടല്ല, വേറൊരാളെ ജീവനിലേക്ക് നയിക്കുന്നവരായി മാറണം. അവരുടെ ഭീഷണിയിലായിരിക്കുന്നവർ അവർ ആരെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞുവോ അവരും മനുഷ്യരാണ്. ഇവർ രണ്ടിടത്തേക്ക് യേശു പറഞ്ഞ സമാധാനം ഇപ്പോൾ പകരപ്പെടേണ്ടതില്ല. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ദയവായി സ്ക്രീനിലേക്ക് കരങ്ങൾ നിവർത്തി പ്രാർത്ഥിച്ചാൽ ഞങ്ങളോടൊപ്പം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്നത് വിശ്വാസത്തിന് അടയാളമാണ്. ഈ മേഖലകളിൽ സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവേ ഹാലലൂയ. ഒന്നിച്ച കരങ്ങൾ ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ വിഷയ കർത്താവെ മാവോയിസ്റ്റ് എന്ന് പറഞ്ഞ പേര് കുത്തി കർത്താവെ മാറ്റിയിരിക്കുന്ന ജലത്തിന് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ അവരുടെ ഉള്ളിൽ ദൈവമേ നിന്റെ സമാധാനത്താ നിറയ്ക്കണമേ, അവരുടെ ഉള്ളിൽ നിന്റെ സ്നേഹത്താ നിറയ്ക്കണമേ. ഓ മറ്റു മനുഷ്യരെ സ്നേഹിക്കുവാൻ, അവരെ കുറിച്ച് കരുതുവാൻ, അവരെ കർത്താവെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാൻ ഒരു ഹൃദയം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ അങ്ങയുടെ സ്നേഹം, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സ്നേഹം അത് അവരിലേക്ക് അങ്ങ് പകരണമേ. അവരുടെ ഉള്ളിൽ അത് വ്യാപരിക്കട്ടെ കർത്താവേ. മറ്റുള്ളവരെ തകർക്കുന്നവരായിട്ടല്ല, മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കുന്നവരായി ഇവർ മാറുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇവരിൽ മേക്കുന്ന കർത്താവേ എല്ലാ ദുഷ്ടതയും മാറിപ്പോകട്ടെ. ഓ സ്നേഹിക്കുന്ന ഹൃദയം, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന ഹൃദയം, മറ്റുള്ളവരെ സമാധാനിപ്പിക്കുന്ന ഹൃദയം ഇവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ യേശുവിൻ നാമത്തിൽ തന്നെ. ദേശീയ പണിമുടക്ക് വരികയാണ്. സമരം നല്ലതാണ്, പക്ഷെ മനുഷ്യ ജീവിതത്തിന് ദുസ്സഹമാകരുത്, വേറൊരാളെ തടയുന്നതാകരുത്. ഈ രാജ്യം അനുഗ്രഹത്തിലേക്ക് വരണം. നമ്മുടെ രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഈ ക്ലേശം നിറഞ്ഞ സാഹചര്യത്തെ മറികടക്കുവാൻ കർത്താവേ ഞങ്ങൾ നിന്റെ സഹായം തേടുന്നു. യേശുവിന്റെ നാമത്തിൽ അത് അവിടുന്ന് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ. ഭൂചലനം. ഇന്നലെയും നമ്മൾ ഭൂചലനത്തെ കുറിച്ച് വായിച്ചു, പത്രത്തിനകത്തുണ്ട്. ഇന്നത്തെ പത്രത്തിലും ഭൂചലനമുണ്ട്. ബൈബിളിൽ
ധാരാളം പ്രാവശ്യം, 27ഓളം പ്രാവശ്യം ഓർമ്മ ശരിയെങ്കിൽ ഭൂചലനത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എർത്ത് മോശ ദൈവത്തിന്റെ സീനായി മലയിൽ നിന്ന് 10 കൽപ്പനകൾ വാങ്ങിക്കുമ്പോൾ അവിടെ ഭൂകമ്പമുണ്ടായി. യേശു ക്രൂശിൽ പ്രാണനെ വെടിക്കുമ്പോൾ അവിടെ ഭൂകമ്പമുണ്ടായി. യേശു കല്ലറയെ വിട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അപ്പോഴും ഭൂകമ്പമുണ്ടാകും. അങ്ങനെ നാനാ സന്ദർഭങ്ങളിൽ ഭൂകമ്പങ്ങൾ ബൈബിൾ കാണിച്ചു തരുന്നു. പ്രാവചനികമായി ബൈബിൾ കാണിച്ചിരുന്ന ഭൂകമ്പങ്ങൾ ദൈവത്തിലേക്ക് തിരിയാതിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയേണ്ടതിന് ദൈവം കൊടുക്കുന്ന സിഗ്നലുകളാണ്. അനർത്ഥം വന്ന് ഭവിച്ചിട്ട് സൃഷ്ടിതാവിലേക്ക് ജനം ഓടി വരുന്നതിന് മുൻപായി നമുക്ക് ഇന്ന് തന്നെ യേശുവിന്റെ സന്നിധിയിലേക്ക് കരങ്ങളെ നിവർത്താം. ഏത് കുടുംബത്തിൽ പിറന്ന വ്യക്തിയെങ്കിലും, ഏത് രാജ്യത്ത് പിറന്ന വ്യക്തിയെങ്കിലും യു നീഡ് ജീസസ്. നിനക്ക് യേശുവിന്റെ ആവശ്യമുണ്ട്. കരങ്ങളെ നിവർത്തി പ്രാർത്ഥിച്ച് കർത്താവിന്റെ സന്നിധി ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോ ചേർന്ന് പ്രാർത്ഥിച്ചാണ് ജനം യേശുവിലേക്ക് തിരിയുക, ദൈവത്തിലേക്ക് തിരിയുക. ഈ സിഗ്നലുകൾ നിമിത്തം ഇടയായി തീരട്ടെ. സർവശക്തനായ ഞങ്ങൾ നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഭൂജലങ്ങൾ ഉണ്ടാകുന്നത് കർത്താവേ ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നീ നിന്നിലേക്ക് ഞങ്ങൾ തിരിയേണ്ടതിന് വേണ്ടി കർത്താവെ നിന്നിലേക്ക് നോക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് തരുന്ന കർത്താവേ ഹല്ലേലൂയ സ്തോത്രം മുന്നറിയിപ്പാണെന്ന് കേൾക്കുവാൻ ഈ പ്രവാദി ഞങ്ങളെ സഹായിച്ചല്ലോ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒന്നിച്ച് നിങ്ങളിലേക്ക് നോക്കുന്ന കർത്താവേ, ഞങ്ങൾ നിങ്ങളിലേക്ക് നോക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പാപവഴികൾ ഞങ്ങൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാന്ന് പറഞ്ഞ് ഇന്ന് പകൽക്കാലം കർത്താവെ ഞങ്ങൾ അങ്ങയിലേക്ക് നോക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ദേശത്തെ അങ്ങ് കാത്തു പരിപാലിക്കണമേ. അനർത്ഥങ്ങൾ അപകടങ്ങൾ നമ്മ് പിടിവിക്കുമാറാകണമേ. നിന്റെ കൃപയാ ഞങ്ങൾ ദേശത്തെ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം വെളിപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. സ്ത്രീകളുടെ നേരെയുള്ള ആക്രമണങ്ങൾ ഏത് പത്രങ്ങൾ എടുത്താലും ഏത് രാജ്യത്തും അത് ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ലോകത്തിൽ വ്യാപിച്ചിരിക്കുന്ന ദുഷ്ടത നിമിത്തം മനുഷ്യന്റെ മനസ്സ് മുഴുവൻ ദുഷ്ടത നിരൂപിക്കുന്നതായി മാറി. അത് നിമിത്തം ആക്രമണങ്ങളും കുലപാതകങ്ങൾക്കും വേണ്ടി മനുഷ്യനങ്ങ് പരക്കം പായുന്നവരായി മാറി. എല്ലാ ധാർമ്മിക അതിർവരമ്പുകളും വലിച്ചെറിയുന്നവരായി മാറി. നിയമം കൊണ്ട് നമുക്കതിനെ ആർക്കും ഒരു രാജ്യത്ത് അതിനെ തടയാൻ കഴിയത്തില്ല. മനുഷ്യനെ ജയിലിനകത്തിടാൻ പറ്റും, മരുന്ന് കൊടുത്ത് കൊല്ലുവാൻ കഴിയും, തൂക്കിക്കൊല്ലാൻ കഴിയും നിയമം കൊണ്ട്. പക്ഷെ രൂപാന്തരം വരേണ്ടത് കൈക്കും കാലിനുമല്ല, ഹൃദയത്തിന് രൂപാന്തരം തരുവാൻ കഴിവുള്ള ഒരേ ഒരുവൻ ഉയർത്തെഴുന്നത് യേശു മാത്രം. ബൈബിൾ വ്യക്തമാക്കുന്നു, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. രക്തത്താൽ കഴുകപ്പെട്ട മനുഷ്യ ജീവിതങ്ങൾക്കായി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. 800-ലധികം കോടി ജനം പാർക്കുന്ന ഈ ഭൂമിയിൽ യേശുവിന്റെ ചോരയാൽ എല്ലാവരും കഴുകൽ പ്രാപിക്കട്ടെ. ഫസ്റ്റ് ഒന്നിച്ച് പ്രാർത്ഥിച്ചാട്ട് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ മഹാപരിശുദ്ധതയുമേ സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് മുതൽ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സഹോദരിമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, മനുഷ്യ ഹൃദയങ്ങൾ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ ദേശത്ത് വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് മുതൽ അവിടുന്ന് ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം അവിടുന്ന് ഏറ്റെടുക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അർജന്റായിട്ട് റെനിമോൾ ട്രിവാൻഡ്രത്തു നിന്ന് ഹസ്ബൻഡിന്റെ ഹെപ്പാറ്റൈറ്റിസ് സി ഹോസ്പിറ്റലിൽ പോകാൻ പണമില്ല. പോകണ്ട, യേശു എന്ന ഡോക്ടർ അവിടേക്ക് ഇറങ്ങുകയാണ്. യേശു എന്ന ഡോക്ടർ ആ കിടക്കയിലേക്ക് ഇപ്പോൾ തന്നെ സിസ്റ്ററെ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ദേഹത്തെ കരങ്ങൾ വെച്ച് ഇപ്പോൾ തന്നെ ആ രക്തത്തിൽ നിന്ന് ഹെപ്പാറ്റൈറ്റിസ് സി മാറുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സമ്പൂർണ്ണ സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ മകൾക്ക് നല്ല പനി ഇപ്പോൾ പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ ആ മകളുടെ മേല് യേശുവിന്റെ കരം ഇപ്പോൾ തന്നെ വയ്ക്കണം. സമ്പൂർണ്ണ സൗഖ്യം അവിടെ ഉണ്ടാകുമാറാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ജാസ്മിൻ നെയ്യാറ്റിങ്കര കൊച്ചുമകൻ വിനോദ് കുമാർ IAS എക്സാം പാസ്സാകുവാൻ തീർച്ചയായിട്ടും ആ മകൻ IAS എക്സാം പാസ്സാകാൻ he will come out in flying colors. നല്ല സുവർണ്ണ തിളക്കം വിജയം അവന് കരസ്ഥമാക്കും യേശുവിന്റെ നാമത്തിൽ. ഈ പകൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ എക്സലൻസ് അവിടെ മേൽ നൽകും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത് സംഭവിക്കട്ടെ.
യേശുവിന്റെ നാമത്തിൽ പിതാവേ, ദൈവത്തിന് സ്തോത്രം. മാത്യൂസ് തിരുവനന്തപുരത്ത് മാത്യൂസ് വിളിച്ചിരിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു. പണം തിരികെ കിട്ടാനുണ്ട്, കിട്ടുന്നില്ല. ഒരുമിച്ച് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് പകൽ നിങ്ങൾ മാത്യൂസിനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ മാറിപ്പോകട്ടെ. പുതിയ വഴികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ തുറക്കപ്പെടട്ടെ. കർത്താവേ, മഹത്വം അവിടെ ഏറ്റെടുക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ലീല ചെങ്ങന്നൂർ ഇഷ്ടമില്ലാത്ത ജോലിയും വിവാഹവും മൂലം കുടുംബത്തിൽ പ്രശ്നം, മകനും കുടുംബവും മാനസാന്തരപ്പെടുവാൻ. സിസ്റ്ററെ, നിങ്ങൾ ശാന്തി എന്ന സിസ്റ്ററോട് ടെലഫോണിൽ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞത് ആ വിഷയം ഇപ്പോൾ തന്നെ സ്ക്രീനിൽ വന്നു കഴിഞ്ഞു. യേശു ഈ വിഷയത്തിന് മേൽ കരം പ്രവർത്തിക്കും. ഇഷ്ടമില്ലാത്ത ജോലി യേശു ഇഷ്ടമുള്ളതാക്കി തീർക്കും. ഇഷ്ടമില്ലാത്ത വിവാഹം യേശുവോട് ഇറങ്ങേണ്ടത് കൊണ്ട് അത് ആഗ്രഹിച്ചൊരു വിവാഹമായി മാറും. യേശു അത്ഭുത മന്ത്രിയാണ്. യേശു വീരനായ ദൈവമാണ്. യേശു സമാധാന പ്രഭുവാണ്. മകനും കുടുംബവും മാനസാന്തരപ്പെടുവാൻ യേശുവിന്റെ കരം അവിടേക്ക് ഇറങ്ങുന്നു. ഞങ്ങൾ 3 പേര് നിങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ശബ്ദത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവിടെ അത്ഭുതങ്ങൾ വെളിപ്പെടുമാറാകട്ടെ. കർത്താവെ, ആ ജോലിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകട്ടെ. കർത്താവെ, ആ ഹൃദയത്തിലെ ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകട്ടെ. ആ വിവാഹത്തിലെ ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകട്ടെ. കർത്താവെ, നിന്റെ നാമം ഇതിനകത്ത് മഹത്വമെടുക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ധാരാളം പ്രാർത്ഥന വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. We really appreciate everyone who is joining with us in this time of prayer and praise and time of intercession for the world. ലോകത്തിന് വേണ്ടി മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയിൽ ഞങ്ങളോട് പങ്കാളികളാകുന്ന എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. മറക്കരുത്. 27th February we will have a special time of prayer and we are delighted to send you the prayer request that people are giving to us. ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങളുടെ പക്കൽ അവരുടെ പേരും പ്രാർത്ഥന വിഷയം മാത്രം ഞങ്ങൾ നിങ്ങളുടെ കരകളിൽ എത്തിച്ചു തരാൻ തയ്യാറാണ്. 2 പേരെ കൂടെ നിങ്ങളുടെ ഭവനത്തിനകത്തോ നിങ്ങളുടെ ഹോസ്റ്റലിലോ നിങ്ങളുടെ ഹോസ്പിറ്റലുകളിലോ എവിടെ ഇരുന്നാണെങ്കിലും പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. യേശു അത്ഭുതങ്ങൾ ചെയ്യുക. നമുക്ക് ജനത്തിന് വേണ്ടി നമുക്ക് ഇടവിൽ നിൽക്കാം. ദൈവമഹത്വ ഭൂമിയിൽ ഇറങ്ങട്ടെ. ദൈവത്തിന് സ്തോത്രം. ധാരാളം പ്രാർത്ഥന വിഷയങ്ങൾ ഇന്ന് പകൽ സ്ക്രീനിൽ വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം വേഗം നമ്മുടെ രാജ്യത്തിനായി പ്രാർത്ഥിക്കാം. ഈ രാജ്യത്ത് കേരളം മുതൽ തമിഴ്നാട്, കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ. എത്ര നല്ലൊരു രാജ്യത്തെ ദൈവം നമുക്ക് തന്നത്. How blessed a nation India is truly. അനേക രാജ്യങ്ങൾ ഞാൻ പോയിട്ടുണ്ട്, പ്രത്യേകിച്ച് പ്രാർത്ഥന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇതുപോലൊരു രാജ്യത്തെ നമുക്ക് കിട്ടത്തില്ല. ഇത്രയും നന്മയുള്ള രാജ്യം കിട്ടത്തില്ല. വിവിധ സംസ്ഥാനങ്ങൾ, വിവിധ കൾച്ചേഴ്സ്, വിവിധ നിറകൾ, വിവിധ തുറകൾ, വിവിധ ഭാഷകൾ. പക്ഷെ ഈ രാജ്യം എത്ര ശ്രേഷ്ഠമാണ്. നമുക്ക് നമ്മുടെ രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. Wherever you are, would you please stretch your hand towards this map of India? നിങ്ങളുടെ ടെലിവിഷനിൽ അത് വ്യക്തമായിട്ട് കിട്ടുന്നുണ്ട്. ആ കിടക്കയിൽ എഴുന്നേറ്റ് ഓടിച്ചെന്ന സ്ക്രീനിൽ നിന്ന് കരം വെച്ച് യേശുവിന്റെ കരം ഈ രാജ്യത്തിന് മേൽ വരട്ടെ. ദീപം മുമ്പോട്ട് കടന്നു വന്ന് ആ മൈക്കെടുത്ത് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ രാജ്യം ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തരാഞ്ചൽ, ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, സിക്കിം, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, വെസ്റ്റ് ബംഗാൾ, അരുണാചൽ പ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് ചേർന്ന് പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധതയുമേ സ്വർഗീയ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് അവിടുത്തെ സംരക്ഷണം കാശ്മീർ തൊട്ട് തമിഴ്നാട് വരെ ഈ രാജ്യം എല്ലാ സംസ്ഥാനങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഇന്ന് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രധാനമന്ത്രിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. എല്ലാ പോലീസ് ഡിപ്പാർട്ട്മെന്റുകൾക്കും എല്ലാവരും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സാമ്പത്തിക രംഗം അനുഗ്രഹിക്കപ്പെടട്ടെ. നിരാശകൾ, കെടുതികൾ മാറട്ടെ. ദൈവിക നന്മകൾ വെളിപ്പെടട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവ മഹത്വം ഇറങ്ങട്ടെ. ആത്മസാന്നിധ്യം ഇറങ്ങട്ടെ.
തന്നെ. ഞങ്ങളോടൊപ്പം ദൈവത്തിന്റെ ജനം ഒന്നു ചേർന്ന് കരകളെ നിവർത്തി ഈ വേൾഡ് മാപ്പിലേക്ക് നോക്കുക. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളുടെയും പടങ്ങൾ ഇവിടെ വിട്ടിട്ടുണ്ട്. മിക്ക രാജ്യങ്ങളുടെയും മാപ്പ് ഫ്ലാഗുകൾ ഈ സ്ക്രീനിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. വ്യക്തമായി ശ്രദ്ധിച്ചാൽ ആ ഫ്ലാഗിന്റേതായ രാജ്യത്തിന്റെ പേരെഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ സ്ക്രീനിലേക്ക് നോക്കുമ്പോ ഹല്ലേലൂയ, ഈ രാജ്യങ്ങളുടെ പ്രതീക്ഷയായ യേശുവിനെ നമുക്കിവിടെ കാണുവാൻ പ്രത്യേകമായി എടുത്തു കാട്ടിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്ക്രീനിലേക്ക് കയറി നിന്ന് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ രാജ്യങ്ങൾക്ക് വേണ്ടി, ഈ രാജ്യങ്ങൾക്ക് വേണ്ടി കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ, അങ്ങ് പറഞ്ഞ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണല്ലേ. ഓ പ്രകാശം കർത്താവേ, ഞാൻ രാജ്യം ലോകരാജ്യങ്ങൾ കർത്താവേ അത് പ്രകാശിക്കുമാറാകുന്നു. അങ്ങനെ ഇഷ്ടം സ്വർഗത്തിൽ ഈ ഭൂമിയിലാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവിക മാതൃക രാജ്യങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹത്തിലോ സമാധാനത്തിലേക്ക് വരുമാനാകട്ടെ കർത്താവേ. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാജ്യ ഭരണാധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ മഹത്വം രാജ്യങ്ങളിന്മേൽ ഇറങ്ങട്ടെ കർത്താവ്. അങ്ങനെ നാമം ഭാഗത്തിലെ സർവ്വ രാജ്യത്തിലും ഉയർന്നു നിൽക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇതൊരു പുതിയ ദിവസം. നമുക്കായി യേശുവിന് ധാരാളം കരുതലുകളുണ്ട്. Let's draw ourselves close to Jesus and he is there to help you and bless us with a bright future. ഞങ്ങളുമായി പ്രാർത്ഥനയിൽ ശുശ്രൂഷയിൽ ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ gracechapelSam@gmail.com എന്ന വിലാസത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെടുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങൾ വിളിച്ച് ഈ വിവരങ്ങൾ തേടുകയോ ചെയ്യുമല്ലോ. ചിലർ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു, ഈ ശുശ്രൂഷയിൽ സാമ്പത്തിക പങ്കാളിത്തം നൽകുവാൻ എങ്ങനെ സാധിക്കും? ദയവായ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. പ്രാർത്ഥന സഹായികൾ തന്നെ അതിനുള്ള മറുപടി നൽകി തരും. നമുക്കൊന്നിച്ച് ഈ ശുശ്രൂഷ ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാം. മറക്കരുത്, 20 രാവിലെ ഉപവാസത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ലോക ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഒന്നിച്ചുകൂടും. ഇന്ന് തന്നെ ഇമെയിൽ അയക്കുക, gracechapelsam@gmail.com. വേഗം തന്നെ ഇമെയിൽ ചെയ്യുക. പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളുടെ ഇൻബോക്സിലേക്ക് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ പോസ്റ്റൽ അഡ്രസ് എഴുതി അറിയിക്കുക. ഗ്രേസ് ചാപ്പൽ. ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ കത്തുകൾ അയക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രേയിങ് കേരള, കോട്ടയം 1 കേരള ഇന്ത്യ. പ്രാർത്ഥിക്കുന്ന കേരളം, കോട്ടയം 1 കേരള ഇന്ത്യ.